വസുദൈവ കുടുംബം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇത് ഞങ്ങൾ ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പാണ്. ഏകദേശം 3 മാസത്തോളമായി ഈ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് പോയിട്ട്. പക്ഷേ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി. ഈ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് പെട്ടെന്നൊരു പ്ലാനിങ് ആയതുകൊണ്ട് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചില്ല. തൽക്കാൽ ടിക്കറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഏകദേശം ഒരാൾക്ക് തേർഡ് AC 3600 രൂപയായിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ പ്രിയ ജ്യേഷ്ഠന്മാരായ അജേഷ് കുമാർ, അദ്ദേഹം സബ് മേജറാണ്. വാഹനം ഓടിക്കുന്ന സജുവാണ്. ഞങ്ങൾക്ക് ഇവിടെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തന്നത് സജുവണ്ണാണ്. ഇതിന് ഫരീദാബാദിൽ ടേസ്റ്റ് ഓഫ് കേരള എന്ന ഹോട്ടലും പിന്നെ സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉണ്ട്. ഇത് ഡൽഹി മധുര റോഡാണ്, നാഷണൽ ഹൈവേ ആണ്. ഇവിടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ പതിവാണ്. കാരണം ഡ്രൈവറുടെ അശ്രദ്ധയായിരിക്കാം ഇത്തരത്തിലുള്ള അപകടങ്ങൾ. എതിർഭാഗത്തു നിന്ന് വന്ന വാഹനമാണിത് പുറത്തേക്ക് ഇടിച്ച് കയറി മറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു ജില്ലയായ മധുരയിലൂടെയാണ്. ഇതാണ് മധുര. ഒരുപാട് ഹൈന്ദവ ക്ഷേത്രങ്ങളുള്ള ഒരു ജില്ലയാണ് മധുര. ഇവിടെയാണ് ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജന്മം കൊണ്ട സ്ഥലം. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴും ഇതിന് പുറകിൽ, അതായത് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടായി കേൾക്കുന്ന മ്യൂസിക്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴുള്ള മ്യൂസിക്കാണ്. പക്ഷേ ഈ ഒറ്റ കാരണം മതി, ഒറ്റ പാട്ട് കാരണം ഈ മുഴുവൻ വീഡിയോ കോപ്പിറൈറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ വാഹനമൊക്കെ പാർക്ക് ചെയ്ത് ഈ ഇലക്ട്രിക് വാഹനത്തിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് 60 രൂപയാണ് ടിക്കറ്റ്. നമ്മുടെ യാത്ര താജ്മഹലിലേക്കാണ്. അതായത് ഒരു 2-3 കിലോമീറ്റർ ദൂരം താജ്മഹലിലേക്കുണ്ട്. നമുക്ക് നടന്നു പോകുന്നതിന് സൗകര്യം ഈ ഇലക്ട്രിക് വാഹനത്തിൽ പോകുന്നതാണ്. ഒരാൾക്ക് 60 രൂപയാണ് ടിക്കറ്റ്. നാടകം മഹേഷേ, എന്നെ ഹരിയാനയിൽ നാടകം കെടുത്തു. ഇത് കാണുന്ന പ്രേക്ഷകരായ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എപ്പോഴും പറയുന്ന പോലെ തന്നെ പരമാവധി നമ്മുടെ ചാനൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ സബ്സ്ക്രൈബേഴ്സ് എണ്ണുകൂടെ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, മോശമായാലും നല്ലതായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഏർപ്പെടുത്തും. അതുപോലെ നമ്മുടെ വീഡിയോ അത് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്താ അഭിപ്രായം നമ്മൾ തുറന്നു പറയുക. എന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് താജ്മഹലിലെ വീഡിയോസ് അടുത്ത വീഡിയോയിൽ എത്തിക്കൊണ്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, യാത്രകളൊക്കെ നിങ്ങൾ ആസ്വദിക്കും. ഒന്ന് പതുക്കെ പറയണ. വീഡിയോ എടുക്കുന്നുണ്ടോ?